ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുള്ളതുപോലെ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലാഗും കാര്യങ്ങളൊക്കെ കാണും, സോ ക്ഷമിച്ചു തരാം. പിന്നെ കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. ഞാൻ വീട്ടിലാണുള്ളത്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വോയിസ് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിനൊക്കെ ഞാൻ ഫസ്റ്റേ ക്ഷമ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടിട്ടുള്ളതുപോലെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ച ടൈമിലാണ് ഞാനിങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പില്ല, ഇങ്ങനെ ആണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അന്നെന്ന് ഞാൻ പറഞ്ഞു. അതൊന്ന് ഉറപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടിന് ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ട്, എടാ ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അതേ ആണല്ലോ എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനൊന്ന് ചോദിച്ചതാ ഇങ്ങനെ ഓർത്തപ്പോഴത്തേനും. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് അറിയാനായിട്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ മറ്റേ ഇമാജിനേഷനിലൊന്നും കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അല്ല, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്തേക്കാം. കാരണം ഈ റീസെൻ്റ്ലി ഇപ്പോൾ എന്ത് റീൽസ് എടുത്താലും ഷോർട്സ് എടുത്താലൊക്കെ കാണും, ഈ 2K കിഡ്സ് ഭയങ്കര ഭാഗ്യവതികളാണ്, അല്ലെങ്കിൽ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യമുള്ള സ്റ്റുഡൻസ് ആണ്, അധികം ഒന്നും സഫർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര എല്ലാം ഉണ്ടായിരുന്ന സ്കൂളുകളിലും എല്ലാം ഇതായിട്ട് പഠിച്ച ആൾക്കാരാണെന്നൊക്കെയുള്ള കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പം 90s കിഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ 2K കിഡ്സ് എല്ലാവരും കുറച്ചധികം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളൊക്കെയാണ്. പക്ഷേ ഞങ്ങളും നിങ്ങൾ പോയതിൻ്റെ അത്രയും ഇല്ലെങ്കിലും അതുപോലത്തെയൊക്കെ സിറ്റുവേഷനിലൂടെയൊക്കെ പഠിച്ചു വന്ന ആൾക്കാർ തന്നെയാണ്. ആൻഡ് ഐ എം 22 നൗ. ഞാൻ 2006 മുതൽ 2012 വരെ, അതായത് UKG മുതൽ LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ ഒരു ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു പഠിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തായിരുന്നു, ഒരു 2 to 3 minutes നടന്നു പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സ്കൂളിൽ പഠിച്ചപ്പം അവിടെ ഞാൻ യൂസ് ചെയ്ത ടോയ്ലറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ടോയ്ലറ്റ് എന്തോരം ബേസിക് ആയിട്ടുള്ളൊരു ബേസിക് നീഡാണെന്ന് പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പഠിച്ച സ്കൂളിലെ ടോയ്ലറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറയാണ്. ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തി എന്ന് പറയുന്നത് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഷെഡൊക്കെ അടിക്കത്തില്ലേ, ഈ കാലത്തൊഴുത്തിനൊക്കെ ഷെഡ് അടിച്ച് ചില കണ്ടിട്ടില്ലേ, അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഷെഡുകളില്ലേ, എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തെടുത്തോളണം. അപ്പം 4 സൈഡ് ഇങ്ങനെ ആ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അപ്പം ആ ഭിത്തിക്ക് മുകളിലായിട്ടത് റൂഫ് ഒന്നും തന്നെ ഇല്ല, ഡോറില്ല. ഇനി ഈ ടോയ്ലറ്റിൻ്റെ ബാക്ക് സൈഡ് നമ്മുടെ സ്കൂളിനെ ക്ലോസ് ചെയ്തിട്ടുള്ള മറ്റേ കോമ്പൗണ്ട് വാളാണ്. ആ കോമ്പൗണ്ട് വാളിൻ്റെ ബാക്കിലെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റുകാരുടെ ഏരിയയാണ്, അതായത് മറ്റേ അൽക്കേഷ്യ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ ടോയ്ലറ്റിന് സൈഡിലായിട്ട്, മീൻസ് കുറച്ചടുത്തായിട്ട് തന്നെ ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, പക്ഷെ അതിനൊരു മിക്ക സ്കൂളുകളിലും കാണുന്ന ഒരു മരമാണ്. അതിനൊരു കാ ഇങ്ങനെ വരും. അപ്പം എപ്പോഴും നമുക്ക് ഈ റൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാ അവിടെ പൊട്ടിക്കിടക്കുന്നതാണ്. ഇനി ഞങ്ങൾ മഴ ഉണ്ടായിരുന്ന ടൈമിൽ കുടയും പിടിച്ചിട്ടായിരുന്നു ടോയ്ലറ്റിൽ പോകുന്നത്. കാരണം റൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴ നനയും. ഞങ്ങൾ കുടയും പിടിച്ചിട്ടായിരുന്നു ടോയ്ലറ്റിൽ പോകുന്നത്. വെള്ളമില്ല, പിന്നെ ഡോറില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോസറ്റും ഇല്ല, ജസ്റ്റ് ഒരു വോൾവ് പോലെ ചെറിയ എന്തോ സാധനം ഈ യൂറിൻ പോകാനായിട്ടുള്ള ഒരു ചെറിയ സംഭവമുണ്ട്. ഇതാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടോയ്ലറ്റ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ വളരെ പണ്ട് ഉപയോഗിച്ച ടോയ്ലറ്റൊന്നും അല്ല. ഈ 2012 എന്ന് പറയുമ്പം കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ, അതായത് എനിക്ക് 9 വയസ്സൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ടോയ്ലറ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവിടുത്തെ എല്ലാ ഗേൾസിനും യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ക്ലോസ്ഡ് ടോയ്ലറ്റ് എന്തോ ഉണ്ടായിരുന്നു, അത് ടീച്ചേഴ്സിനുള്ളതും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സാധാ ഉള്ള ടോയ്ലറ്റ് പോലത്തത് ഉണ്ടായിരുന്നു, അത് ടീച്ചേഴ്സിന് മാത്രമായിരുന്നു. പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നതിൽ ആരും അങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞല്ലോ, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ലിയർ ആയിട്ട്, ഭയങ്കര വിവിഡായിട്ട് എനിക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്കൂളിൻ്റെ ടോയ്ലറ്റ്. അപ്പം ഞാനിങ്ങനെ ഇപ്പം ഇരുന്ന് ചിന്തിക്കും, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആൾക്കാരും അതായത് മിക്ക ഗേൾസും ഒരു 9 അല്ലെങ്കിൽ ഒരു 8, 9, 10 ആ ഒരു വയസ്സിലൊക്കെ 9, 10 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കും തന്നെ അവർ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, പീരിയഡ്സ് ആവുന്നു. അപ്പം ഞങ്ങൾക്കൊന്നും അന്നത്തെ ടൈമിൽ ഈ പീരിയഡ്സിനെ പറ്റിയിട്ടൊന്നും ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ചിന്തിക്കപ്പം ചെറുതായിട്ട് മിക്സി ഇട്ടപ്പം ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞങ്ങൾക്ക് പീരിയഡ്സിനെ പറ്റിയൊന്നും അധികം അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇൻ കേസ് അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി ആ ടൈം മുതൽ മെൻസ്ട്രേറ്റഡ് ആയി തുടങ്ങിയൊരു കുട്ടി ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയായിരുന്നു ആ കുട്ടി അത് ഡീൽ ചെയ്തിട്ടുണ്ടാവുക?
എനിക്കറിയത്തില്ല. പിന്നെ ഉള്ളൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പാരൻറ്റ് പോലും ഇത് ഈ ടോയ്ലറ്റിൽ എൻ്റെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ലൈക്ക് ഇങ്ങനെ ടോയ്ലറ്റ് കെട്ടണം എന്നും പറഞ്ഞ് ഒരു പാരൻറ്റ് പോലും പറഞ്ഞതായിട്ട് എനിക്കറിയത്തില്ല. എൻ്റെ ഉമ്മ അവിടുത്തെ PTA ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പം എൻ്റെ ഉമ്മയും ഇങ്ങനെ ഒരു നീഡ് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ ഉമ്മ അല്ലാണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ പ്ലേ ഗ്രൗണ്ട് വേണം എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരിടം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ മഴയൊക്കെ ആയാൽ ഭയങ്കര മോശമാണ്. അപ്പോൾ അവിടെയൊക്കെ ടൈലിടുന്ന കാര്യം, അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നീഡ്സുമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നടപ്പിലായിട്ടുമുണ്ട്. ലൈക്ക് PTA അംഗീകരിച്ച് അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഈ ഒരു കാര്യം എന്തോ ആരും അധികം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതിയിൽ ആരും ശ്രദ്ധിച്ചത് പറഞ്ഞിട്ടില്ല. പക്ഷേ ബേസിക് നീഡാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഈ എൻ്റെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്ന് വെച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഒരു കോൺട്രവേഴ്സിയോ അന്നത്തെ ഗവൺമെൻറ് ഭരിച്ചത് കൊണ്ടാണ് ആ ടോയ്ലറ്റ് അങ്ങനെ ആയത്, ഇന്ന ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ പൊളിയായിരിക്കും, അങ്ങനെയുള്ളൊരു കോൺട്രവേഴ്സീസിനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ലൈക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലാണ്ട് കുറച്ചധികം ആൾക്കാർ കാണുകയാണെങ്കിൽ ഞാനൊന്ന് എൻഷുർ ചെയ്യാനായിട്ട് പറയുന്നതാണ്. പിന്നെ എന്താ എന്നും പറഞ്ഞിട്ട് ഗവൺമെൻറ് സ്കൂൾ മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല പറയുന്നത്. ഞാൻ പഠിച്ചത് ഫുള്ള്, ഞാൻ 9th 10th ഒഴിച്ചിട്ട് ബാക്കി ഞാൻ ഫുള്ള് പഠിച്ചത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ആയിരുന്നു. അതായത് പക്ക ഗവൺമെൻറ് സ്കൂളും പിന്നെ എയ്ഡഡ് സ്കൂളും അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കിട്ടിയ ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഈ LP സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ പഠിച്ച സ്കൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ തന്നെയാണ് കിട്ടിയത്. എൻ്റെ ഫേവറേറ്റ് ടീച്ചർ ആരെന്ന് ഇപ്പോഴും ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ 2nd സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച നമ്മുടെ ടീച്ചർ തന്നെയാണ്. പുള്ളിക്കാരത്തിയിട്ട് എനിക്ക് ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ട്. ഞാൻ കുറച്ച് ഒരു 2 വർഷമൊക്കെ മുന്നേ ടീച്ചറിനെ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. എൻ്റെ കോളേജിലൊക്കെ ഞാൻ ചേരുന്നതിന് മുന്നേ ടീച്ചറിനോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ചേർന്നതുമൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ അവിടുത്തെ എല്ലാം ബെസ്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ് സ്കൂളായിരുന്നെങ്കിൽ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ടെക്സ്റ്റ് NCERT ആയിരുന്നു. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം, അപ്പോൾ മലയാളം മീഡിയം ഉണ്ട്, അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അതായത് KVയിലൊക്കെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഞങ്ങളുടെ ഇംഗ്ലീഷും പിന്നെ എൻവയോൺമെൻറ്റൽ സയൻസും. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് മേരി ഗോൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ EVS ഉണ്ടായിരുന്നു, പിന്നെ GK ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഇതൊക്കെ. അപ്പം നല്ല എഡ്യൂക്കേഷനാണ് കിട്ടിയത്. ഇപ്പോൾ എനിക്ക് ഇപ്പോഴാണെങ്കിലും ഒരു 10 പേരുടെ മുമ്പിൽ ചെന്ന് നിന്ന് എന്തെങ്കിലും സംസാരിക്കണം എന്നുള്ള അതിനുള്ളൊരു ക്യാപ്പബിലിറ്റി എനിക്കത് ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു സ്പേസും അവിടെ നിന്ന് കിട്ടിയൊരു ധൈര്യമൊക്കെ തന്നെയാണ് പിന്നെയുള്ള അങ്ങോട്ടുള്ള ജേർണിയിലും എനിക്കിതായത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുമ്പോൾ വളരെ സാധാരണ ആൾക്കാർ, ഭയങ്കര സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പഠിച്ചിട്ടുള്ള സ്കൂളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഇപ്പം എൻ്റെ സ്കൂൾ ടൈമിലൊന്നും എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ എന്ന് നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ കാണുന്ന വേർഡ് അല്ലാണ്ട് ഞങ്ങൾക്ക് അത് ലൈഫിൽ യഥാർത്ഥത്തിൽ വരുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ ഫേസ് ചെയ്യുന്ന സാധനമാണെന്നൊന്നും ഉള്ളൊരു ബോധം പോലും വന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇടയിൽ അങ്ങനെ ഇല്ല. ഇപ്പം ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരവിടെ പഠിക്കുന്നുണ്ട്, വളരെ സാധാരണപ്പെട്ട ആൾക്കാരവിടെ പഠിക്കുന്നുണ്ട്, എല്ലാ കാസ്റ്റിൽ നിന്നുള്ള എല്ലാ റിലീജിയനിൽ നിന്നുള്ള ആൾക്കാരവിടെ പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ കാസ്റ്റോ കളറോ ക്രീഡോ അങ്ങനെ ഒന്നും ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. അത് എൻ്റെ പിന്നെയുള്ള ഞാൻ വളർന്നു വന്നപ്പോഴാണെങ്കിൽ എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ലാത്തതിൻ്റെ വൺ ഓഫ് ദി റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഓഫ് കോഴ്സ് വീട്ടിലും അങ്ങനത്തെ ഒരു ടോക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ എല്ലാവരും സ്വന്തം റിലീജിയനെ അത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വന്തം റിലീജിയനിലുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കിട്ടുമായിരുന്നു. അപ്പോൾ അതാണ്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ആ കാലത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ആൺകുട്ടി പോലും ലൈക്ക് ഇന്ന ഡോറൊന്നും ഇല്ലാത്ത ടോയ്ലറ്റിലാണ് പോകുന്നതെന്ന് പറഞ്ഞ് കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള കളിയാക്കലുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഗേൾസ് ടോയ്ലറ്റിൻ്റെ സ്ഥലത്തോട്ട് വരികയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഞാനൊരു ടീച്ചർമാരും പറഞ്ഞും കേട്ടിട്ടില്ല നിങ്ങൾ ഗേൾസിൻ്റെ ടോയ്ലറ്റിൻ്റെ സൈഡിലോട്ട് പോകാൻ പാടില്ല എന്ന്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഭയങ്കര സാധാരണക്കാർ പഠിച്ച സ്കൂളാണ്. എല്ലാവരും മറ്റേ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നൊന്നും വന്ന ആൾക്കാരല്ല. പക്ഷേ അവർക്കൊക്കെ അറിയാം. അവരെല്ലാം കുഞ്ഞു കുട്ടികളായിട്ടും ഞങ്ങളെല്ലാം അത് കണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങൾ സ്കൂളിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, എല്ലാ 2K കിഡ്സുകളും ഈ പറഞ്ഞതുപോലെ അലമ്പ് കാണിച്ച് അല്ലെങ്കിൽ അവർ ഭയങ്കര ഇങ്ങനെ എൽഡേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പ്രൈവസികളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ ഭയങ്കര അഹങ്കാരികളോ ഒന്നുമല്ല. പിന്നെ എനിക്കിപ്പം ഇതെല്ലാം പറയുമ്പം എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ, മുമ്പൊന്നും ഞങ്ങൾക്കിടയിൽ ഈ പറഞ്ഞ ഈ ജാതിയോ മതമോ ഒന്നും തന്നെ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടില്ല. അത് വരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നു, നമ്മൾ 2025 നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഫോർവേഡഡ് ആയി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ടൈമിൽ ഈ ജാതി മതത്തിനെയൊക്കെ കുറിച്ചിട്ട്
പറയേണ്ടി വരുന്നു. അന്നത് പറയേണ്ടയും കാര്യമില്ലായിരുന്നു. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു 4th-ലോ 5th-ലോ പഠിക്കുന്ന കുട്ടിയോട് ചെന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് കുറേ പറയാനറിയാം. ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല എന്നായിരിക്കും ആ കുട്ടി പറയുന്നത്. ഇവൻ ദോ അവർ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ജാതിയും മതമൊക്കെ മനുഷ്യനുണ്ടായ കാലം മുതലേ ഉണ്ട്, അതിപ്പോഴും ഉണ്ട്. റിസർവേഷനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ബേസിലാണ്. അങ്ങനെയുള്ള പരപ്പം സമയങ്ങളിൽ മാത്രമേ ഇതൊക്കെ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ എന്താ, ഞങ്ങളുടെ ടൈമിൽ അങ്ങനെ ഒരു ടോപ്പിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. വീഡിയോ എത്രത്തോളം ലെങ്തി ആണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒന്നുകൂടി എനിക്ക് പറയാനുണ്ട്. ഞാനൊരു കോൺട്രവേഴ്സിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഗവൺമെൻറ് സ്കൂൾ മോശമാണെന്നോ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഒന്നുകൂടി പറയുന്നു, എനിക്ക് കിട്ടിയതിൽ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അത്രയും നാളും ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതും. പിന്നെ എനിക്ക് മുമ്പൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഒരു വീടിനടുത്തുള്ള ഒരു ഫ്രണ്ടുണ്ട്, അവൾ CBSE സ്കൂളിലാണ് പോകുന്നത്. അപ്പം അവൾ മറ്റേ രാവിലെ സ്കൂൾ ബസ് വരുന്നു, ഉച്ചക്കത്തെ ടിഫിനൊക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നു, പിന്നെ മറ്റേ ടൈയും ഷൂസൊക്കെ ഇട്ട് പോകുന്നു, പിന്നെ വലിയ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നല്ല വൃത്തിക്ക് ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള പേപ്പർ ഉള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പം പിന്നെ കഴ്സീവ് റൈറ്റിംഗ്, അവർക്ക് അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ടല്ലോ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ വേണ്ടിയുള്ള. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കുന്നു, കാരണം അവർക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് സംസാരിക്കാവുള്ളൂ. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ അങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. വീട്ടിൽ വാശിയൊന്നും പിടിച്ചിട്ടില്ല, പക്ഷേ വാശി പിടിച്ചാലും ചേർക്കാനൊന്നും പോകുന്നില്ല. കാരണം എൻ്റെ വീട്ടിലൊരു മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അറിഞ്ഞ് ജീവിക്കുക, ഇങ്ങനെ കാര്യങ്ങളെല്ലാം എവിടെ കൊണ്ടിട്ടാലും ജീവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റേ സ്കൂളിൽ സ്റ്റാമ്പ് 1 രൂപയ്ക്കും 2 രൂപയ്ക്കൊക്കെ കിട്ടപ്പം അതിന് വരെ ഇങ്ങനെ കരഞ്ഞ് ചോദിക്കും, ഇന്ന് സ്റ്റാമ്പിന് 1 രൂപ ചോദിച്ച് 5 രൂപ ചോദിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ കരഞ്ഞ് ചോദിച്ചിട്ടാണ് പൈസ ആ 1 രൂപ വരെ വാങ്ങിക്കൊണ്ട് പോകണം. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാം, 1 രൂപ കൊടുക്കണതിൻ്റെ വാല്യൂ അറിയാം. ഇപ്പോൾ ചിലവർ എനിക്കിങ്ങനെ ചില കമൻറ്റ് സെക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നാറുണ്ട്, എന്താ അവർ പറയണത്, ഞങ്ങൾക്ക് മറ്റേ പൈസയുടെ വില അറിയത്തില്ല, 2K കിഡ്സിന് പൈസയുടെ വില അറിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കേൾക്കുമ്പം എനിക്ക് വിഷമം വരും. ഞങ്ങളൊന്നും അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല വളർത്തിയിരുന്നതും. ഇനി എന്തോ ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും അങ്ങനെ അല്ലായിരുന്നു പിള്ളേർ വളർന്നത്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ആ ഫ്രണ്ട് അങ്ങനെ അവിടെ പഠിച്ചിരുന്നപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു പോകാനായിട്ട്. അപ്പം വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ആക്കത്തില്ലായിരുന്നു. ഒരു പക്ഷേ ഞാൻ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് അത് ഓർക്കപ്പോഴത്തേക്കും ഞാൻ വിഷമിക്കുമായിരുന്നു. കാരണം അവളുമായിട്ട് ഞാൻ ഇപ്പോഴാണെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്, എൻ്റെ അന്നത്തെ ഫ്രണ്ട് അങ്ങനെയായിരുന്നടി, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നടി വന്നതെന്ന് വെച്ചാൽ അവൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയാൻ കഥകളില്ല. കാരണം അവരെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്തിന് ഫീസ് അടയ്ക്കുന്നു, പിന്നെ വേറെ ടോക്സ് ഒന്നും അവിടെ പാടില്ല, പിന്നെ അവർക്ക് മറ്റേ എല്ലാം ഭയങ്കര സ്കെഡ്യൂൾഡ് ആയിട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്ക് കളി ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് യൂണിഫോം ഒക്കെ ആണെങ്കിലും അവർ പക്ക ആ ഒരു ഇതിൽ തന്നെ വന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമല്ല, ഒരു യൂണിഫോമിൻ്റെ തുണിയുണ്ട്, ആ തുണി നമുക്ക് ചുരിദാറാക്കണമെങ്കിൽ ചുരിദാറാക്കാം, പിന്നെ മറ്റുള്ള ഫ്രോക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലാണ്ട് സ്കേർട്ടും ടോപ്പും ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നല്ല ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റി. എന്നാൽ എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാൻ പറ്റി. പിന്നെ ഒരു പാഷ്വാലിറ്റി ഉണ്ടായിരുന്ന ഒരു ടീച്ചേഴ്സോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിപ്പിച്ച ടീച്ചർ ബിനു ടീച്ചറിൻ്റെ മോൻ അവിടെ തന്നെയായിരുന്നു, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയായിരുന്നു പഠിച്ചത്. അപ്പം നമുക്ക് സാധാരണ ഇപ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ മിക്കുള്ളവരുടെ മക്കൾ പഠിക്കുന്നതെല്ലാം മറ്റേ പ്രൈവറ്റ് സ്കൂളിലും ഭയങ്കര വലിയ സ്കൂളിലൊക്കെയാണ് പഠിക്കുന്നത്. എല്ലാം അവരുടെ ചോയ്സാണ്, ഓക്കെ. എന്നാലും ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് അവർക്ക് അത്രയും ഗവൺമെൻറ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും അത്രയും പൈസ ഉള്ളതാണ് ഗവൺമെൻറ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അവരൊന്നും പ്രൈവറ്റ് സ്കൂളിൽ മക്കളെ വിട്ടിട്ടില്ല, ഞങ്ങളിവിടെ തന്നെയാണ് പഠിപ്പിച്ചത് എല്ലാം. അപ്പോൾ അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പം ഭയങ്കര നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അന്ന് കിട്ടിയ കുറേ വാല്യൂസും കുറേ ഇപ്പം ആൾക്കാരെ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അന്ന് കുഞ്ഞിലേ കിട്ടിയ സാധനങ്ങളായതുകൊണ്ട് എനിക്കിപ്പം ഇന്നാണെങ്കിലും ടീച്ചേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്ക് പറഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു അവർ കാര്യം നോക്കിയാൽ മതി, എന്തിനാ കുട്ടികളെ കാര്യം നോക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊന്നും എനിക്കില്ല, എനിക്കെന്നല്ല എൻ്റെ കൂടെയുള്ള മിക്കുള്ളവർക്കും ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ വരുമ്പോഴത്തേക്കും അവർ ഇങ്ങനെ ഇതെല്ലാം അവർ എഗ്രി ചെയ്യുന്ന കാര്യങ്ങളാണ്. റെസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ റിലേഷൻഷിപ്സിൻ്റെ വാല്യൂസ് ആണെങ്കിലും ഒക്കെ നല്ലതുപോലെ അറിയാമെന്നുള്ളവരാണ് ഇപ്പോൾ ഉള്ളതും അന്നുണ്ടായിരുന്ന ഫ്രണ്ട്സും. എന്നാൽ വളരെ കുഞ്ഞിലേ നമ്മൾ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയിരുന്നു. പക്ഷേ എന്തോ ഈ ഒരു ബേസിക് നീഡ് ഞങ്ങൾക്ക് ആർക്കും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന ടോയ്ലറ്റ് വേണമെന്നൊന്നും എങ്ങും പറഞ്ഞ് കേട്ടിട്ടില്ല. അതൊക്കെ പറയാനുള്ള സംസാരിക്കാനുള്ള ഒരുപാട് സ്പേസും ഫ്രീഡം ഉണ്ടായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന് തൊട്ടടുത്തെന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ കുറച്ച് കോളനി സൈഡിൽ നിന്ന് വരുന്ന ഒരു കോളനി ഏരിയ ഉണ്ട്, അവിടെ നിന്ന് വരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ മറ്റേ രാവിലെ വന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ഇതിനിടയിൽ ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ് വേണമെന്നൊന്നും ഒരു ഭയങ്കര കാര്യമുള്ള ആൾക്കാരല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര സാധാരണ വീട്ടിൽ നിന്ന് വരുന്നതായിരുന്നു. അപ്പം മറ്റേ പഴയ കുളിമുറി സെറ്റപ്പൊക്കെ അറിയാലോ, ബാത്റൂം സെറ്റപ്പൊക്കെ മറ്റേ ഓലയൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെയൊക്കെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഡോർ ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നെന്നോ ഒന്നും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്കാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് ഞങ്ങളുടെ റൈറ്റ്സ് ആണ് എന്നൊന്നും ചിന്തിച്ച് ഇതാക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അതൊക്കെയാണ് റീസൺ. പക്ഷേ നല്ല ചൈൽഡ്ഹുഡ് ആയിരുന്നു, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു.
എനിക്കിങ്ങനെ ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എനിക്ക് ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഈ ബേസിക് നീഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്കൂളും ഇല്ല. ഇനി ഏതെങ്കിലും സ്കൂളുകളിൽ ഇതുപോലെ ബേസിക് നീഡ്സ് ഇല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ യു ഷുഡ് ഇൻഫോം യുവർ അതോറിറ്റീസ്. എന്താ സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ പി ടി എയിലാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക. ഇപ്പം ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. കാരണം നമ്മുടെ ടാക്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനും എല്ലാം നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് തന്നെയാണ്. അപ്പം അതിനൊക്കെ ഉള്ള റൈറ്റ് നമുക്കുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും ഇല്ലായ്മ ഉണ്ടെങ്കിൽ നമ്മളത് ചോദിക്കുക. ചോദിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് വളരുക. ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും എന്തും ക്വസ്റ്റ്യൻ ചെയ്ത് ബാക്കിയുള്ളവരെ ഹേർട്ട് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ആവശ്യം വരുമ്പം ചോദിക്കാനുള്ളത് ചോദിക്കുക. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇത് കാണുന്നുണ്ടെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യുക. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുള്ള പാരൻസ് ആണെങ്കിലും ഇതെല്ലാം അറിഞ്ഞിരിക്കുക. പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇത് എത്ര പേര് കാണുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.